മാനവരാശി കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ പൈശാചിക ബോധങ്ങളിൽ ഒന്ന് തന്നെയാണ് വംശീയത എന്നത്. വംശീയത ലോകത്ത് ചിന്തിയ രക്തത്തിൻ്റെയും കൊന്നുതള്ളിയ മനുഷ്യരുടെയും കണക്കുകൾ ഏതൊരാളെയും ഭയപ്പെടുത്തുന്നതാണ്. ലോകത്ത് വംശത്തിൻ്റെ, വർഗത്തിൻ്റെ, ഭാഷയുടെ, ദേശത്തിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യരോടുള്ള വിദ്വേഷവും വിവേചനവും ഉണ്ടാക്കിയിട്ടുള്ള വലിയ ശത്രുതയുടെ വലിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വർത്തമാനകാലത്ത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കെതിരുമാണ് ഈ വംശീയത ഏറ്റവും ക്രൂരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൽ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ വംശീയത, ആ ഇസ്രായേലിൻ്റെ വംശീയത മാത്രമല്ല, ആ ഇസ്രായേലിനെ പരസ്യമായി പിന്താങ്ങുന്നവരും രഹസ്യമായി പിന്തുണക്കുന്നവരോടും ആ വംശഹത്യകളോട് മൗനം പാലിക്കുന്നവരുമെല്ലാം ഈ മുസ്ലിം വിരുദ്ധ വംശീയ ബോധം പേറുന്നവർ തന്നെയാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷിസം അത് അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്നത് വളരെ ക്ലിയറാണ്. ഇവിടെ ഇസ്ലാമോഫോബിയ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കുമ്പോഴും ഈ ഫാഷിസത്തിനെതിരെ ഹിന്ദുത്വക്കെതിരെ നിലപാടെടുക്കുന്നവർ പോലും മുസ്ലിം കോസിന്റെ കൂടെ നിൽക്കുവാനോ തയ്യാറാകുന്നില്ല എന്നത് ഈ പറയുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഇതിനെ മനസ്സിലാക്കാത്തതിൻ്റെയും ഈ വംശീയ ബോധം എത്രമേൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വേരുറച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാഷിസത്തിനെതിരെ രൂപപ്പെടേണ്ടത് ഈ പറയുന്ന മുസ്ലിങ്ങളോടൊപ്പം അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടായി മാറേണ്ടത്. തീർച്ചയായും SIO നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ ഹൻലലയുടെ വഴിയിൽ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടാവുക എന്നത് ഏറെ പ്രസക്തമാകുന്നതും ഇവിടെ തന്നെയാണ്.